afternoon to everyone. We will be beginning with our public meeting very soon, so we're requesting all the Kala Kairali members and our invited guests who are standing outside the auditorium to kindly be seated. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Dear ladies and gentlemen, a very warm welcome to Kala Kairali Onotsavam 2025. With the air filled with fragrance of Pookalam and joy of Onam, the festival of prosperity, peace and abundance, we are delighted to celebrate our most cherished event of the year with all of you. To commence with our formal function, it is our honor to invite the pillars of our organization, the Kala Kairali office bearers. Please join us in giving a big round of applause for our President, Mr. Bobby Matthew, Secretary, Mr. Suresh Kumar, and Treasurer, Mr. Sanjay Gopalakrishnan. Can we have a huge round of applause? These are the pillars of the awaited moment. Let's now welcome our esteemed guests whose presence truly make this event momentous. Firstly, Sri Dilesh Pothan sir, senior artist and director. So we request you to join us on the stage. Sri Shaiju K. George, MD GK Realtors, to the stage. Next up, I would like to invite Sanjana Dipu, senior artist, onto the stage. Can we have a huge round of applause, guys? Dear esteemed guests, we are really privileged to have you all join us with us today. With our OB members and guests seated on the dais, let's start with our program. To invoke the blessings of the Almighty and to start the auspicious day on a serene note. Lead us in prayer. तुषारहार धवला या शुभ्रवस्त्रावृता या वीणा वरदण्डमण्डितकरा या श्वेत पद्मासना या ब्रह्माच्युत शङ्कर प्रभृतिभिः देवैः सदा पूजिता सती भगवती निःशेषजाड्यापहा. We now invite our President, Mr. Bobby Matthew, the man who has guided our organization with great commitment, to welcome the Garle. Thank you. ബഹുമാനപ്പെട്ട അതിഥികളെ, പ്രിയ കലാ കേരളി കുടുംബാംഗങ്ങളെ, കലാ കേരളയുടെ റിലേറ്റഡ് അസോസിയേഷൻസ് എന്ന് വന്നിരിക്കുന്നവർ, പ്രിയപ്പെട്ട കമ്മിറ്റി മെമ്പേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന മറ്റെല്ലാവർക്കും ആദ്യമായി എൻ്റെ ഓണാശംസകൾ. 25-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സഞ്ജയ് നഗറിൽ തുടങ്ങിയ ഈ സാമൂഹ സാംസ്കാരിക പ്രകാശം, അതായത് കലാ കൈരളി, ചെറിയ സ്വപ്നത്തിൽ നിന്ന് ഇന്ന് വലിയൊരു കുടുംബമായി വളർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ സമ്പന്നമായ കലാ സാംസ്കാരിക പാരമ്പര്യത്തെ നമ്മുടെ പുതിയ വീട്ടിൽ ഈ ബാംഗ്ലൂരിൽ തുന്നിച്ചേർത്ത് സാമൂഹിക ഐക്യം ലക്ഷ്യമിട്ട് കുറച്ച് ക്രാന്തദർശികൾ തുടങ്ങിയ ഒരു ചെറിയ പ്രസ്ഥാനം ഇന്ന് വളർന്ന് വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇന്ന് ഇവിടെ ഒത്തുചേരുമ്പോൾ നമ്മുടെ പൊതുവേരുകളെ മാത്രമല്ല നാം ആഘോഷിക്കുന്നത്, നമ്മെ ബന്ധിപ്പിക്കുന്ന അനന്തമായ ആത്മാവിനെയും ആ സ്നേഹത്തെയും കൂടിയാണ്. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അസോസിയേഷൻ്റെ അന്തസത്ത, അതായത് ഹൃദയം എന്താണെന്നാണ്. സമൂഹത്തോടുള്ള നിസ്വാർത്ഥ സേവനം, അതാണ് നമ്മളെല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം. നമ്മളെവിടെ പോയാലും കാണാം മലയാളികൾ സമൂഹത്തിന് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എപ്പോഴും മലയാളികൾ മുമ്പിലുണ്ടാകും. നമ്മൾ ഏത് കമ്മ്യൂണിറ്റി ചെന്ന് നോക്കിയാലും കാണാം മലയാളികൾ കൂടെ ഉണ്ടാകും. സെൽഫ്ലെസ് സർവീസ് ടു ദി സൊസൈറ്റി.
അതാണ് നമ്മുടെ പൊതുലക്ഷ്യം. ഈ ലോകത്ത് സ്വാർത്ഥതയുടെ കാറ്റടിച്ച് മനുഷ്യർ പല സ്ഥലങ്ങളിലേക്ക് പറക്കുമ്പോൾ നമ്മുടെ കലാകൈരളി നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന സാക്ഷ്യമായി നിലനിൽക്കുന്നു. സ്വന്തം കാര്യം കാണാൻ ജാതി, മതം, കളർ, ലാംഗ്വേജ്, പൊളിറ്റിക്സ് എല്ലാം ദുരുപയോഗിക്കുന്ന ഈ കാലത്ത് ഇതെല്ലാത്തിനും ഉപരിയായി നമ്മളൊന്നായി ഒറ്റക്കെട്ടായി 27 വർഷത്തിൽ കൂടുതൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംഘടന ബാംഗ്ലൂരിൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ വേറെ ഉണ്ടാകുന്ന സംശയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പല സമയത്ത് നമ്മൾ സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ അതെല്ലാം പരിഹരിച്ച് നന്നായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്, സാധിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റാണ്. കലാകൈരളി അതാണ് ഒരു സംഘടനയായി വേറിട്ട് നിൽക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് ഞാൻ പറയും. അത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ വി ആർ കമ്മിങ് ഫ്രം വേ ടു മെനി ഡിഫറെൻറ്റ് വർക്ക്സ്. ബേസിക്കലി ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഓൺട്രപ്രണേഴ്സ്, ബിസിനസ്മെൻ, കടകൾ നടത്തുന്നവരുണ്ട്, നഴ്സസ്, ഡോക്ടേഴ്സ്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ എംപ്ലോയീസ്. അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ടർ ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ അസോസിയേഷനിലുണ്ട്. അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് പകർന്നു തരുന്നത്. പ്രവർത്തിക്കാൻ ആളുകളുണ്ട്, പണം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുപോലെ നമുക്ക് ആൾക്കാർ വേണ്ടിയെടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ 2018 പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് ഒന്നിച്ചു നിന്ന് നമ്മൾ ഇവിടുന്ന് അവിടെ പോയി ആൾക്കാരെ കാണാനും അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ ഷൈജു സഹിതം നമ്മുടെ വയനാട്ടിലാണ് നമ്മൾ പോയതെന്ന്. അങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ അസോസിയേഷനിൽ ഒരു ചെറിയൊരു മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് അതിനുള്ള ഫണ്ട് ഈസി ആയിട്ട് വരും. നമ്മൾ ആനന്ദണ്ണൻ രാവിലെ പറഞ്ഞ പോലെ ഈ വർഷം 500-ൽ പരം വിദ്യാർത്ഥികൾക്ക് നമ്മൾ യൂണിഫോം കൊടുത്തു. അതൊക്കെ വളരെ നമ്മുടെ മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാണുന്നതാണ്. മനുഷ്യർക്ക് തിരിച്ച് നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ തിരിച്ച് സഹായിക്കുക എന്നുള്ളത്. അതുപോലെ വൈവിധ്യമാർന്ന പരിപാടികൾ, നമ്മുടെ കുട്ടികൾ, മുതിർന്നവർ, യുവാക്കൾ, വയോധികർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം പരിപാടികൾ. ഇപ്പം ക്യാരംസ് ടൂർണമെൻറ്റ്, സ്പോർട്സ് ഡേ, വടംവലി മത്സരം, ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ്, ഇങ്ങനെ വളരെയധികം പരിപാടികൾ സംഘടിപ്പിച്ച് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരിക. ഒരു മാസം ഒരു പരിപാടിയെങ്കിലും സംഘടിപ്പിച്ച് എല്ലാവരെയും ഒരു പ്രാവശ്യം ഒന്ന് ഒന്നിച്ചു കൊണ്ടുവരിക. ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് തന്നെ നമ്മുടെ കൂട്ടത്തിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള ഒരു ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടേതെന്ന് നമുക്ക് ആരുടെ മുമ്പിലും വെച്ച് പറയാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ മറ്റ് സംഘടനകളുടെയൊക്കെ ഓണാഘോഷത്തിനും അതുപോലെ മറ്റു പരിപാടികൾക്കും നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്യും. നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇതുപോലെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ല, അത് കുറച്ച് പേര് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് കുറച്ച് പേര് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൊസൈറ്റി. ഇതങ്ങനെയല്ല, നമ്മൾ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു 10 വർഷം മുമ്പ് വരെ നമുക്ക് ഇത് യൂട്യൂബ്, വാട്സാപ്പ് അങ്ങനത്തെ യാതൊരു സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ടെക്നോളജിക്കനുസരിച്ച് യൂട്യൂബ് ചാനൽസ് തുടങ്ങി, പിന്നെ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങി. അങ്ങനെ ടെക്നോളജിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്. ഈ ചെയ്യുന്നതെല്ലാം വെറും ഒരു ഒച്ചപ്പാടിനോ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ കേൾക്കാൻ വേണ്ടിയോ മാത്രമല്ല, നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു ചെറിയ വ്യത്യാസം ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന, നമ്മളെ കൊണ്ടാവും വിധം ഈ സൊസൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചലനം അത് സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ആ ഒരുമയുടെ ഒരു ഫീലിംഗ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതിൽ പൊളിറ്റിക്സ്, ജാതി, മതം കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണും, നമ്മുടെ മറ്റു പല സംഘടനകളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് വളരെ അഭിമാനമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ഇപ്പം ആരാണേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിക്കാനോ ഇവനേത് ജാതിയാണ്, ഇവനേത് മതമാണ്, ഇവനേത് പൊളിറ്റിക്സാണ്, അതൊന്നും നോക്കാറില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അസോസിയേഷൻ ഉള്ളവരിൽ തന്നെ പൊളിറ്റിക്കലി ഞങ്ങൾ ഭീകരമായ ആർഗ്യുമെൻറ്റ്സ് നടക്കാറുണ്ട്. ഞങ്ങൾ കരിയോടിയിരിക്കുന്നു. പല വ്യൂസ് ഉള്ളവരുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ അസോസിയേഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാം വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് നമ്മുടെ ഒരു ശക്തിയും ധൈര്യവും. ഇനിയും മുന്നോട്ട് ഈ ഉന്നതമായ പാതയിലേക്ക് നമ്മളെ വീണ്ടും ആഴത്തിൽ സമർപ്പിക്കാം, വിശാലമായി സമർപ്പിക്കാം. ലെറ്റ്സ് ഡ്രീം ബിഗർ, സെർവ് ഡീപ്പർ ആൻഡ് ക്രിയേറ്റ് എ ലെഗസി വെയർ എവറി മെമ്പർ ഫീൽസ് എംപവേർഡ് ടു കോൺട്രിബ്യൂട്ട് മോർ ടു ദ സൊസൈറ്റി. അതായിരിക്കട്ടെ നമ്മുടെ ഒരു മോട്ടോ മുന്നോട്ടുള്ളത്. നമ്മുടെ മോട്ടോ തന്നെ, നമ്മുടെ കലാകൈരളിയുടെ മോട്ടോ തന്നെ ടുഗദർ വി ലിവ് ബെറ്റർ. അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം.
അതുപോലെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഓണാഘോഷത്തിൽ ഈ തവണ പുതിയതായി ധാരാളം മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കുറേ പേരുണ്ടാവും. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഈ പൊതുയാത്രയിൽ നിന്ന് പ്രചോദനം കണ്ടെത്തി നിസ്വാർത്ഥതയുടെ യാത്രയിൽ കൈകോർത്ത് നമ്മളോടൊപ്പം ചേരുക, മുന്നോട്ട് വരിക. കമ്മിറ്റിയിലും അതുപോലെ ഈ പ്രവർത്തനങ്ങളിലുമെല്ലാം മുന്നോട്ട് വന്ന് ജോയിൻ ചെയ്ത് നമ്മളെ മുന്നോട്ട് പോകാൻ ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഇനി പുതുതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെയൊക്കെ ഒരു കടമ. അത് ഒന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഈ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാം തികഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറിക്കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ കാത്തിരുന്നാൽ അതൊരിക്കലും ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ നമ്മളാവും വിധം നമുക്കുള്ളത് വെച്ച് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പം അത് ഈ ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, വിധവയുടെ ചില്ലിക്കാശെന്ന്. അപ്പം എത്ര ഉള്ളവനും എത്ര ഇല്ലാത്തവനും ആൾക്കാരെ സഹായിക്കാൻ പറ്റും. പ്രവൃത്തി ഉണ്ടാകാം, പൈസ കൊണ്ടാകാം, വാക്കുകൊണ്ടാകാം, ഒരു നോക്കുകൊണ്ടാകാം, ഒരു പുഞ്ചിരി ഉണ്ടാകാം. അങ്ങനെ സഹായിക്കാൻ പറ്റുന്നവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എനർജി നമ്മുടെ ചുറ്റും നമ്മൾ വിതറിക്കൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഒരു നമ്മളെ കാണുമ്പോൾ ആൾക്കാരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എൻ്റെ കടമയായ ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നന്ദിയുടെ ഒരു വാക്ക്. ഇന്ന് ഈ പരിപാടി ഇവിടെ അണിയിച്ചൊരുക്കുവാൻ കൈമേയും ഇറന്ന് അധ്വാനിച്ച നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ അതുപോലെ തന്നെ സ്പോൺസേഴ്സ്, എന്തു പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം നടത്താൻ നമുക്ക് പൈസ ആവശ്യമാണ്, അതിന് സ്പോൺസേഴ്സ് ആവശ്യമാണ്. അതിന് നമ്മളെ പൈസ തന്ന് സഹായിച്ചവർ, അതുപോലെ ഈ പൈസ കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ച നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സ്, നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഈ പൈസ എത്തിച്ചത് ചെയ്യാൻ വേണ്ടി. അവരെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പെർഫോമൻസ് ചെയ്തവർ, അവരെ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത നമ്മുടെ ടീച്ചേഴ്സ്, അങ്ങനെ ഈ സന്തോഷത്തിന് കാരണമായ എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. ഇതോടെ ഞാൻ എൻ്റെ കർത്തവ്യമായ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നു. ഈ ഗസ്റ്റ് നമുക്ക് വളരെ പരിചയമുള്ളവരാണ്, മോസ്റ്റ് ഓഫ് ദി ഗസ്റ്റ്. അപ്പം അധികം ആമുഖത്തിൻ്റെ മുഖവുരയുടെ ആവശ്യമില്ല. ആദ്യമായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ ദിലീഷ് പോത്തൻ. ഞങ്ങളുടെയൊക്കെ വി ഹാവ് എ കപ്പിൾ ഓഫ് കോമൺ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സാറ്. അങ്ങനെയാണ് സാറിനെ പരിചയപ്പെടാനിടയായതും സ്വാഗതം ചെയ്യാനിടയായതും. സാറിന് എല്ലാവർക്കും അറിയാം, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടർ എന്നീ നിലകളിലെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച് വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ദിലീഷ് സാർ. സാറിന് അതുപോലെ തന്നെ മൂവീസ് ഡയറക്റ്റ് ചെയ്ത മൂവീസ്, പ്രത്യേകിച്ച് മഹേഷിൻ്റെ പ്രതികാരം, ഞങ്ങളുടെ കോട്ടയം ജില്ലയുടെ അടുത്തുള്ള ജില്ലയാണ് ഇടുക്കി, ഞങ്ങൾക്കൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു അത്. പിന്നെ ജോജി, തൊണ്ടി മുതൽ സാക്ഷിയും, ഇതൊക്കെ അതിലെ മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ചിൽ സാറാ ചിൽ, ആ ഒരു ഡയലോഗ് ഒരിക്കലും മറക്കില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരും, ചിൽ സാറാ ചിൽ. അതെ, ഇടയ്ക്കൊക്കെ ഭാര്യയോട് പറയുന്നൊരു കാര്യമാണ്. ഭാര്യയുടെ പേര് സാറ എന്നല്ലെങ്കിലും. പിന്നെ സാറ് MA MPhil ആണ്. പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത്. MA MPhil കഴിഞ്ഞിട്ടാണ് സാർ ഇതിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. വളരെ കാലമായി ഫിലിം ഫീൽഡിലുണ്ട്. അപ്പം സാറിന് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ കൂടെ ഓർക്കുന്നു, റോന്ത്. അതിലെ ആക്ടിങ് ഞങ്ങളെല്ലാം വളരെയധികം. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഒരു പോലീസ് ഓഫീസർ. പുള്ളി പറഞ്ഞ് പോലീസുകാരുടെ ജീവിതമായിട്ട് വളരെ സാമ്യമുള്ള, വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് റോന്ത്. ഈ മറ്റു സിനിമകളിൽ കാണുന്ന പോലെ ആക്ഷൻ അല്ല പോലീസ് ജീവിതം. അപ്പം അതിലെ അഭിനയത്തിന് എൻ്റെ ഫ്രണ്ടും പറഞ്ഞു, സാറ് അടിപൊളിയായി ഭംഗിയായി ചെയ്തിട്ടുണ്ട് ആ റോൾ. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും. അതിന് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മിസ് സഞ്ജന ദീപു. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശ്രീശാന്തിൻ്റെ ചേട്ടൻ്റെ മോളാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അതുപോലെ കുറേ കാലമായിട്ട് ഫീൽഡിലുണ്ട്. നമ്മുടെ മൂത്തോൻ എന്ന സിനിമ ഓർമ്മയുണ്ട്, നിവിൻ പോളിയുടെ മൂത്തോൻ എന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വളരെയധികം മക്കളെ അച്ചീവ്ഡ് എ ലോട്ട് ഓഫ് അക്ലെയിം ഫോർ ദാറ്റ് മൂവി. അപ്പം പിന്നെ ഇപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ വെബ് സീരീസും നെറ്റ്ഫ്ലിക്സ് സീരീസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദി സ്റ്റേജ്. അടുത്ത നമ്മുടെ സ്വന്തം ഷൈജു ആണ്. ഇൻട്രൊഡക്ഷനോ ഒന്നും ആവശ്യമില്ല.
ഷൈജു നമ്മുടെ മുൻ പ്രസിഡൻ്റാണ്, നമ്മുടെയൊക്കെ ചങ്കാണ്. വയനാട്ടിൽ നിന്നും ജീവിതം തേടി നമ്മളെപ്പോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് വന്ന ഒരു മലയാളിയാണ് ഷൈജു. ഷൈജുവിനെ എല്ലാവർക്കും അറിയാം. നമുക്ക് അറിയത്തില്ലാത്ത ചില കാര്യങ്ങൾ, അതായത് ഒരുപക്ഷെ അറിയത്തില്ലാത്ത കാര്യങ്ങൾ, ഷൈജു ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ മറ്റ് ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ, ഷൈജു അധികം പബ്ലിഷ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഷൈജു ജനറലി ഒരു ഫ്ലാഷി പേഴ്സണാലിറ്റിയാണ്. എന്നിരുന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷൈജു പൊതുവെ പറയാറില്ല, ജനങ്ങളോട് ആരും അധികം അറിയിക്കാറില്ല. അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ, ഷൈജുവിനോട് ചോദിച്ചപ്പോഴാണ്, ഷൈജുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതൊക്കെ അറിയാൻ കഴിയുന്നത്. പിന്നെ ചികിത്സാ സഹായം, പിന്നെ പള്ളിയുടെ പണികളൊക്കെ ഷൈജുവിന് ഭയങ്കര താല്പര്യമാണെന്നാണ് കേൾക്കുന്നത്. കുരിശുപള്ളിയിൽ ആർക്കെങ്കിലും പണിയാനുണ്ടെങ്കിൽ ഷൈജുവിനോട് പറഞ്ഞാൽ മതി, ചെയ്തു തരും. ഷൈജുവിനെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സെക്രട്ടറി ആൻഡ് ട്രഷറർ സുരേഷിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ദൗത്യം ഏറ്റെടുത്താൽ പിന്നെ അത് കഴിയുന്നവരെ സുരേഷിന് നല്ല ടെൻഷനാണ്, എപ്പോഴും മുഖത്ത് ടെൻഷനാണ്. അപ്പോൾ ഞാൻ പറയും സുരേഷ് ഇടയ്ക്ക് പറയും. പക്ഷേ സുരേഷ് അങ്ങനെ, പക്ഷേ വളരെയധികം അധ്വാനിക്കും, വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ്. അത് എങ്ങനെയും അത് സാധിക്കുന്നതുവരെ ആൾക്കാരെ വിളിക്കുകയോ ആൾക്കാരുടെ അടുത്ത് പോവുകയോ എല്ലാം ചെയ്ത് നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ വളരെ ശക്തനായ ഒരു സെക്രട്ടറിയാണ് സുരേഷ്. സുരേഷിന് വേദിയിലേക്ക് സ്വാഗതം. അടുത്തായി സഞ്ജയ്, നമ്മുടെ പ്രീവിയസ് ട്രഷറർ വാണി. ഇതിനു മുമ്പുള്ള ട്രഷറിമാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയായിരുന്നു. സാധാരണ ട്രഷറേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖത്ത് ടെൻഷനാണ്. സെക്രട്ടറിമാർ പൊതുവെ ടെൻഷൻ കാണാറില്ല, സുരേഷ് ഒരു എക്സെപ്ഷനാണ്. പക്ഷെ വാണി ഒരിക്കലും മുഖത്ത് ടെൻഷൻ കണ്ടിട്ടില്ലാത്തൊരു ട്രഷററായിരുന്നു. എപ്പോഴും എവിടുന്നേലും പൈസ അവർ എങ്ങനെയും മാനേജ് ചെയ്യും, ഒരിക്കലും മുഖത്ത് ടെൻഷൻ കാണാത്ത ഒരു ട്രഷറായിരുന്നു വാണി. വാണിയുടെ കയ്യിൽ നിന്നാണ് സഞ്ജയ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു സഞ്ജയിന് വലിയ ടെൻഷനൊന്നും കാണുന്നില്ല മുഖത്ത്, എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ വളരെ സൈലൻ്റായിട്ട് കാര്യങ്ങൾ വളരെ കൃത്യതയോടെ അക്കൗണ്ടിങ് ഒക്കെ. ഇപ്രാവശ്യം സഞ്ജയ് പറഞ്ഞു, നമ്മൾ പൈസ പിരിക്കാൻ പോകുമ്പോൾ തന്നെ റെസീറ്റ് കൊടുത്തിരിക്കണം, നമ്മളത് പിന്നത്തേക്ക് വെക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ശാന്തിയൊക്കെ സജസ്റ്റ് ചെയ്തു. പക്ഷേ അങ്ങനെ അതൊക്കെ നന്നായിട്ട് ചെയ്ത് അക്കൗണ്ടിങ് ഒക്കെ വളരെ കൃത്യതയോടെ ചെയ്യുന്ന സഞ്ജയ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജയിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ സ്പോൺസേഴ്സ്, മെയിനായിട്ട് നേറ്റീവ് ഇൻവെസ്റ്റർ നമ്മുടെ മെയിൻ സ്പോൺസർ, അവരിവിടെ ഉണ്ട്. പ്രതീക്ഷ ലാൻസൻ അവരിവിടെ ഉണ്ട്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റീഗൽ ജോലി, എല്ലാവരുടെ പേരുകൾ ഞാൻ ഓർമ്മ വരുന്നില്ല. പക്ഷേ എല്ലാ സ്പോൺസേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇനിയും നമ്മൾ അവരുടെ സ്റ്റോൾസ് വിസിറ്റ് ചെയ്യുക, അവരുടെ ആക്ടിവിറ്റീസ് നോക്കുക. നമ്മുടെ ഒരു കടമ അതാണ്. നമ്മൾ അടുത്ത വർഷവും നമുക്ക് അവരെ വേണം. അപ്പോൾ നമ്മൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ആ സ്റ്റോൾസ് വഴിയൊക്കെ ഒന്ന് പോവുക, എന്താണ് അവർ ചെയ്യുന്നത്, അവരെന്തിനാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല പിന്നെ IAM എന്ന് പറഞ്ഞ ആയുർവേദത്തിൻ്റെ അത് എല്ലാവരും എല്ലാ കൗണ്ടേഴ്സും എല്ലാവരും സന്ദർശിക്കുക. മലബാർ, സുരേഷ് ഒന്ന് ഓർമ്മിക്കും, മലബാർ, ഭീമ, റീഗൽ ജുവലേഴ്സ്, പിന്നെ ഡോക്ടർ ദിനേഷ് ഫുഡ് പ്രോഡക്ട്സ്, ഡോക്ടർ ഗംഗാധരൻ, അങ്ങനെ എല്ലാ ബൂത്തുകളും നിങ്ങളൊന്ന് സന്ദർശിച്ച് നിങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. Now, as a symbol of the light of knowledge, prosperity, and the removal of darkness, we have our auspicious lamp lighting ceremony, and we request our chief guest, Sri Dilesh Pothan, to lead all our distinguished guests to the Nilavalakar and officially inaugurate our function.
താങ്ക് യു സോ മച്ച്. എന്ന മനസ്സോടെ നമുക്ക് ഈ വേദിയിലേക്ക് വരവേൽക്കാം. ഒരു നല്ല കൈയ്യടി കൂടെ നമുക്ക് മാവേലിനെ ഈ സ്റ്റേജിലേക്ക് വരവേൽക്കാം. മാവേലിന് താങ്ക് യു സോ മച്ച്. അപ്പം ദിസ് ഈസ് എ മൊമെൻറ്റ് ദാറ്റ് വി ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ. സോ നമ്മുടെ ഫോർമൽ ഫംഗ്ഷൻ ഇപ്പോൾ തുടങ്ങിയപ്പം ദിസ് വൺ തിങ് ദാറ്റ് വി ഓൾ ബീൻ വെയിറ്റിംഗ് ടു സീ ആൻഡ് ടു ഹിയർ ഫ്രം ഇസ് ഫ്രം അവർ ഡിയർ ചീഫ് ഗസ്റ്റ് ശ്രീ ദിലീഷ് പോത്തൻ സർ. സോ നമുക്കെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കൈയടിയോടെ നമ്മുടെ ചീഫ് ഗസ്റ്റായ ശ്രീ ദിലീഷ് പോത്തൻ സാറിനോട് സർ പ്ലീസ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിങ്ങനെ കുറച്ച് വർഷമായിട്ടിങ്ങനെ ഓണാഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമയൊക്കെ ചെയ്ത് സെലിബ്രിറ്റിയൊക്കെ ആയി കേരളത്തിന് പുറത്തൊക്കെ പോയി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓണാഘോഷം ശരിക്കും കേരളത്തിൽ ഭയങ്കര വീക്കാണ്. ബാംഗ്ലൂരും ഒക്കെയാണ് ഓണാഘോഷം അതിൻ്റെ ഫോമിൽ നടക്കുന്നത്. ഞാൻ വെറുതെ അത് അങ്ങനെ വെറുതെ തമാശയായിട്ട് പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിലെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റപ്പം വന്ന് മാക്സിമം സദ്യ വരെ പാഴ്സൽ എടുക്കലാണ് എല്ലാവരും. എവിടുത്തേലും പാഴ്സൽ എടുത്ത് ചെറിയൊരു സെറ്റപ്പിലങ്ങ് മാനേജ് ചെയ്ത് പോലേ ഉള്ളൂ. ഇത്രയൊരു സെറ്റപ്പ് ഓണം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആഘോഷിക്കുകയും ഇനി വല്ലപ്പോഴും എന്തെങ്കിലും കോളേജിലോ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ചെറിയ ഓണാഘോഷം വന്നാലും ഒക്കെ ഒരു പോരാ, ഓളം പോരാ. ഇവിടുത്തെ മാവേലിനെ കണ്ടിട്ട് ഞാൻ വരണ്ടു പോയി. ഇമാതിരി മാവേലിയൊക്കെ നാട്ടിൽ കിട്ടാൻ പാടാണ്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെ ഈ ഓണത്തിൻ്റെ സമയത്ത് നിങ്ങളെ കാണാൻ പറ്റിയൊരു സന്തോഷം. ബാംഗ്ലൂർ ഒരു പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ വരുന്നത്. എനിക്ക് ബാംഗ്ലൂർ വരവെന്ന് പറഞ്ഞാൽ ചെറിയൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. ഞാനും നിങ്ങളെയൊക്കെ പോലെ ജീവിതത്തിൽ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ തപ്പി ഏറ്റവും ആദ്യം വന്നു ചേർന്നത് ബാംഗ്ലൂർ തന്നെയാണ്. ഏകദേശം ഒരു 3-4 വർഷം ഞാനിവിടെ പഠിച്ചും ജോലി ചെയ്തൊക്കെ ആയിട്ട് ഇതിലെ നടന്നു. അതിലൊന്നും വലിയ കാര്യമില്ലാതെ വന്നപ്പോഴാണ് തിരിച്ച് സിനിമ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പോയത്. അത് നന്നായെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും തുടക്ക സമയത്ത് ഞാൻ ജീവിച്ച ഒരു നഗരമാണ്. ഒരുപക്ഷെ എനിക്ക് സിനിമയിൽ ഞാൻ ട്രൈ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സ്റ്റെപ്പുകളിലൊരു മിസ്റ്റേക്ക് പറ്റി എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മെമ്പറായിട്ട് ഞാനും ഉണ്ടായേനെ. എന്തായാലും അടിപൊളി. ഇപ്പം ഇവിടെ ഈ 28-29 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു 2000 ടൈമിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെയാണ് സംഘടന തുടങ്ങിയത്. അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇങ്ങനെ ഓണത്തിന് ഫ്രീ സദ്യയൊക്കെ ഉണ്ടെന്ന്. എന്തായാലും അന്ന് വരാൻ പറ്റിയിരുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ പോകുന്ന ആണ്. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഈ ബോബി സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇവിടെയാണ് ശരിക്കും നിങ്ങളുടെ സംഘടനയിലൊക്കെയാണ് ഓണത്തിൻ്റെ ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് വർക്കാകുന്നതെന്ന്. എൻ്റെ അതാണല്ലോ ഇതിനൊരു ഐക്യം. പല തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി പരസ്പരം എല്ലാവരും ഒരുപോലെ, അതാണ് ഓണത്തിൻ്റെ ഒരു സന്ദേശം അല്ലേ? എല്ലാവരും ഒരുപോലെയായിട്ട് പരസ്പരം അങ്ങനെ കാണാൻ പറ്റുക, ഇടപഴകാൻ പറ്റുക എന്നൊക്കെ പറയുന്നതാണ് ഓണത്തിൻ്റെ സന്ദേശം. അതൊരു സംഘടനയിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നടക്കുന്നത്. ബോബി പറഞ്ഞു ചില തർക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ചില ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ബോബി പറഞ്ഞു. അത് വളരെ നല്ലതാണ്. ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സംഘടനയിൽ ഏകാധിപത്യമാണെന്നാണ്.
എപ്പോഴും വ്യത്യസ്തമായുള്ള സ്വരങ്ങളും അഭിപ്രായങ്ങളുമാണ് എപ്പോഴും ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തേക്ക് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിനെ അംഗീകരിക്കാനും തിരുത്താനും തയ്യാറാകുമ്പോഴുമാണ് അങ്ങനെ ഉള്ള ഈ സംഘടന അതിന് ഇനിയും ഒരുപാട് ഓണാഘോഷങ്ങൾ വരട്ടെ. കഴിവതും വർഷമൊക്കെ എന്നെ വീണ്ടും വിളിക്കുക, ഞാൻ വരാം. അതുപോലെ സദ്യ നന്നായിരുന്നു, സദ്യയും കഴിച്ചു നന്നായിരുന്നു. അപ്പോൾ എല്ലാത്തിനും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്ന സഞ്ജയ്, ഇന്നത്തെ മെയിൻ സ്പോൺസേഴ്സായ നേറ്റീവ് നെസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഉമാൻറ്റി തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ പേരെനിക്കറിയില്ല, പിന്നെ നമ്മുടെ കലാകാരിയുടെ ഫൗണ്ടർ പില്ലറായ ബാലകൃഷ്ണ പിള്ള സാറ്, അങ്ങനെ നമ്മുടെ നിഷാന്തിൻ്റെ സ്വന്തം ചേട്ടൻ, നമ്മുടെ മുമ്പിലിരിക്കുന്ന മെയിൻ കലാകാരിലെ ഹരിയേട്ടൻ, പവൻ സാർ, ഷിബു, ഉണ്ണിയേട്ടൻ, ഇങ്ങനെയുള്ള എല്ലാവരും അടങ്ങിയ നമ്മുടെ കലാകാരിയുടെ ഈ വേദിയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ എല്ലാവർക്കും ആദ്യമായി ഓണത്തിൻ്റെ ഒരു വലിയ ആശംസ നേരുകയാണ്. ഒരു നല്ല കൈയ്യടി കൊടുക്കുക. ഞാൻ ഈ ഇടയ്ക്ക് 2 ദിവസം മുൻപ് വയനാട്ടിലെ ഒരു പള്ളിപ്പെരുന്നാൾ കൂടാൻ പോയി. മദർ തെരേസയുടെ നാമത്തിലുള്ള പള്ളിപ്പെരുന്നാൾ. അതിനുശേഷം അവിടെ പെരുന്നാളിന് എന്നത് ചെറിയ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് അവിടെ സ്റ്റേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എന്നെ ആദരിക്കുകയും പരിപാടി ചെയ്തു. ആ സ്റ്റേജിൽ ഒരു കൊട്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മദർ തെരേസ പറഞ്ഞ ഒരു കാര്യം: വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മളെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതായത് വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊരു വലിയ വേദവാക്യമായി എനിക്ക് തോന്നി. ഞാൻ അതിനെപ്പറ്റി അവിടുന്ന് കുറച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ അസോസിയേഷൻ കലാകാരി എന്ന് പറഞ്ഞാൽ ഇന്ന് 27 വർഷം പിന്നിട്ട് 27ാമത്തെ വർഷത്തെ ഓണാഘോഷം ഇവിടെ നടത്തുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ള മലയാളി അസോസിയേഷൻ പോലെ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരള സമാജം പോലുള്ള വലിയ അസോസിയേഷൻസ് ഉണ്ട്. അവർ ലക്ഷക്കണക്കിന് മെമ്പേഴ്സുള്ള വലിയ അസോസിയേഷൻ പോലെ നമ്മൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും, പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ സമയം ഉപയോഗിക്കുകയാണ്. കലാകാരിൽ നമുക്കറിയാം, ഇതിൽ ജാതിയില്ല, രാഷ്ട്രീയമില്ല, ജാതിമതഭേദമന്യേ എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ നാനാതുറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളുമുള്ള ഒരു വലിയ സമൂഹമാണ് നമ്മുടെ കലാകാരി. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ജോലി സംബന്ധമായി നമ്മളിന്ന് ബാംഗ്ലൂർ വന്നിരിക്കുമ്പോൾ കേരളത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ ചിതറിക്കിടന്ന നമ്മളെല്ലാവരെയും, ബാംഗ്ലൂരിൽ ചിതറിക്കിടക്കുന്ന നമ്മളെല്ലാവരെയും കലാകാരി എന്ന അസോസിയേഷൻ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുമ്പോൾ ഇതിൻ്റെ നല്ലൊരു പരിപാടി ഇവിടെ EMS ഈ ഓഡിറ്റോറിയത്തിൽ നല്ല വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചു. ഇതിനുശേഷം വീണ്ടും നല്ല രഞ്ജിനി ജോസിൻ്റെയും ശ്രീശാന്തിൻ്റെയും അടങ്ങുന്ന നല്ല ഗാനമേള, മറ്റുള്ള പരിപാടികളൊക്കെ വരാനുണ്ട്. ആരും പോകരുത്, എല്ലാവരും ആസ്വദിക്കുക. സംഘടനയിൽ മെമ്പേഴ്സ് ഇല്ലാത്തവർ കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കുക. നമ്മുടെ കലാകാരി അസോസിയേഷനെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മ, നമുക്കറിയാം ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിലും നമുക്കറിയാം. ഒരുപക്ഷെ ഇങ്ങനെ കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഏരിയയുള്ള ഒരുപാട് കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ, കന്നഡ പഠിക്കാൻ, മറ്റുള്ള കാര്യങ്ങൾ, ഡാൻസുകൾ പഠിക്കാൻ നമ്മുടെ കലാകാരിൽ നിന്ന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസരങ്ങളാണ് ഓരോ വ്യക്തികളെയും വലിയ രീതിയിൽ എത്തിക്കുക. എനിക്കറിയാം, ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്, പാടുന്ന ഒരാളാണ്. പക്ഷേ ദിലീപ് സാറിനെ പോലെ ആയില്ല, കാരണം എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആകാത്തത്. പക്ഷേ നമ്മുടെ കലാകാരിയിൽ അവസരങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് നല്ല ഡാൻസ് കളിക്കാനും പാടാനും എല്ലാം. നമ്മുടെ ഇവിടെയുള്ള എന്തിന് സീനിയേഴ്സ് അല്ല, നമ്മുടെ കുട്ടികളുടെ അമ്മമാരൊക്കെ ഡാൻസ് കളിക്കുന്ന തിരുവാതിരക്കളി കണ്ടില്ല നിങ്ങൾ? അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യുക, നമ്മുടെ അസോസിയേഷൻ ബന്ധപ്പെടുക. ഏത് കാര്യത്തിലും ഏത് സമയത്തും നമ്മുടെ അസോസിയേഷൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സമയമെന്നില്ല, ഏത് സമയത്ത് എന്ത് കാര്യത്തിലും സഹകരിക്കുകയും, ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ, എന്ത് കേസ് കിട്ടും, മരണം തന്നെ സംഭവിച്ചാലും എവിടെ വന്നാലും നമ്മുടെ കലാകാരി അസോസിയേഷനിൽ എല്ലാവരും ആ സമയത്ത് അവിടെ എത്തും. എന്ത് കാര്യത്തിൽ സഹകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത്
കലാകാലി അസോസിയേഷൻ മോട്ടോ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല, ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസ തരുന്നു. എന്നെ ഈ അവസരത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാം നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. Thank you so much, Saiju Cheta. Can I request our President and Vidya Chechi to felicitate Saiju Chetan? Kortalo. Thank you so much. Up next, I would like to call upon the very charming and very talented Ms. Sanjana Dipu to speak a few words. Ma'am, please. ചേരാൻ പറ്റിയാലും നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയാലും നല്ല സന്തോഷമുണ്ട്. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും, ദിലീഷ് ചേട്ടനും, ഓൾ ദിസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗെസ്റ്റ് ആൻഡ് ദി ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. ഇവിടെ വരാൻ പറ്റില്ല, സത്യമായിട്ടും വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഇവരെല്ലാവരും പറഞ്ഞ പോലെ കലാ കൈരളി എന്നുള്ളൊരു കമ്മിറ്റി ആഘോഷം മാത്രമല്ല, ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ, അതിപ്പോൾ ബാംഗ്ലൂരിലാവട്ടെ അല്ലെങ്കിൽ കേരളത്തിലാവട്ടെ, മുൻനിരയിൽ നിന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പിള്ളേരുടെ പഠിപ്പായാലും അല്ലെങ്കിൽ കൊറോണ സമയത്തായാലും ഫ്ലഡ് സമയത്തായാലും സഹായിച്ചൊരു കമ്മിറ്റിയാണ്. അത് അറിഞ്ഞാലും അത് നിങ്ങളുടെ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയാലും, ചെറിയ രീതിയിൽ പങ്കെടുക്കാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. സദ്യയും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയിൽ എൻ്റെ കൂടെ എൻ്റെ ചേട്ടനെ അഭിനയിച്ചാണ് ദിലീഷ് ചേട്ടൻ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വേദി പങ്കിടാൻ പറ്റിയാലും നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയും ഇവിടെ വരാൻ പറ്റട്ടെ. നിങ്ങളുടെ ഈ സ്നേഹം, വളർന്നു വരുന്ന എന്നെപ്പോലെ കലാകാരികൾക്കും കലാകാരന്മാർക്കും നിങ്ങൾ കൊടുക്കുന്ന ഈ സ്നേഹത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇനി ഇവിടെ വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ശൈലേഷ് ചേട്ടനും ശൈലേഷ് ചേട്ടൻ്റെ ഫാമിലിക്കും. അവർ കാരണമാണ് ഇന്ന് എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയത്. സോ താങ്ക് യു സോ മച്ച് ശൈലേഷ് ചേട്ടാ. പിന്നെ എൻ്റെ അച്ഛനും അനിയനും എൻ്റെ കൂടെ വന്ന് എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലിക്ക് a special thanks. So thank you so much. Nandi namaskaram. Happy Onam. Thank you, ma'am. Thank you for your kind words. I request our President and Nishant Etten to kindly felicitate Ms. A round of applause for gracing us on this occasion with her presence. Activist and a family member of Kala Kairali, Shri P.E. Matthew, to join us on the dais. നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കമ്മിറ്റി മെമ്പർ പി മാത്യു സാറിന് ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. സാറ് ഒരു 45 വർഷത്തോളം ദോഹയിൽ, ഖത്തറിൽ ജോലി ചെയ്ത വർക്കിംഗ് പ്ലേസ്, അവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലേക്ക് റിലൊക്കേറ്റ് ചെയ്തു. ഇവിടെ സോഷ്യൽ ആക്ടിവിറ്റീസ്, പിന്നെ ഇതുപോലെ ചാരിറ്റി, അങ്ങനെ പല ആക്ടിവിറ്റീസിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മലയാളിയാണ്. അതുപോലെ നമ്മുടെ വി ആർ ലക്കി ടു ഹാവ് ഹിം ഇൻ അവർ കമ്മിറ്റി ദിസ് ഇയർ. സോ താങ്ക് യു സോ മച്ച്, സർ, ആൻഡ് വി വുഡ് ലൈക്ക് ടു ഫെലിസിറ്റേറ്റ് യു for all your contribution to this society and to Kala Kairali. Thank you. ഡയറക്ടർ ലാൽസനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ആദ്യം
വെൽക്കം സ്പീച്ചിൽ പറഞ്ഞ പോലെ നമുക്ക് പരിപാടി നടത്തണമെങ്കിൽ നമുക്ക് പൈസ ആവശ്യമാണ്. പൈസ ഇല്ലാതെ പ്രോഗ്രാംസ് നടത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്പോൺസേഴ്സ് ആണ്, അവരെ ഒന്ന് ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതിനായി ലാൽസനെ ലിസ്റ്റിലേക്ക് ക്ഷണിക്കുന്നു. നേറ്റീവ് നെസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള പച്ചക്കറി, പഴം, ഗ്രോസറി, അതുപോലെ മറ്റ് ചട്ടി, കലം, അങ്ങനത്തെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്ന ഒരു ഓൺലൈൻ ആപ്പാണ്. അപ്പം അത് ഡൗൺലോഡ് ചെയ്തും അത് യൂസ് ചെയ്തും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. I request our President and Ms. Sanjana Deepu to felicitate for the contribution and being our strongest pillars for today's Onotsavam 2025. Can we give it up for Native Nest? I'm sure this is an app we're all looking forward to. നമ്മുടെ നാട്ടിൽ home away from home എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം at our doorstep ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. In celebrating the brilliance of our young minds. And this year we have our very own Srimati Prasanna R. Nair, who's sponsoring it for our scholars. So please join us in honoring the outstanding academic achievers. We request the children to come forward one by one as we call your name and the awards in the following categories. And we request our chief guest, Shri Dilish Poten, to hand over the awards. Firstly, honors on the dais. Prasanna Chechi, if you're around in the auditorium, I request you to kindly join us on the dais. We give the award. Master Advait, Master Akash Nath and Ms. Rishita Pradeep, if you're around, please join us on the side stage. Can we please give it up for Srimati Prasanna R. Nair, the sponsor of our Academic Excellence Awards for this today. Can we have a PUC toppers, Ms. Meera Krishna, Ms. Nivedita PV, Master Pranay A. Pavanan. Ms. Meera Krishna, Ms. Nivedita PV, Master Pranay A. Pavanan. Ajwal, stage in the side lot on the Varano. Ajwal, if you are around, can you please come to the side stage towards my right side? നമ്മുടെ സദ്യ കൗണ്ടർ അടുത്തൊരു 15-20 മിനിറ്റ്സിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി ഭക്ഷണം കഴിക്കുക. ഇറ്റ്സ് ഓക്കെ ഇവൻ. Can you please join us on stage? നമ്മുടെ കലാകൈരളി മലയാള പഠനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിട്ട് ഏകദേശം 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 13 വർഷം പിന്നിട്ടതിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സംതൃപ്തി തന്ന ഒരു വർഷമാണിത്. എന്തുകൊണ്ടെന്നാൽ ഏകദേശം 173 രാജ്യങ്ങളിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ മലയാളം പഠനം മലയാള മിഷൻ്റെ കീഴിൽ നടത്തുന്നുണ്ട്. അതിൽ ഏകദേശം 20 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ട്. കർണാടകത്തിൽ ഏകദേശം 6000 കുട്ടികളാണ് പഠിക്കുന്നത്. ഈ പഠനക്രമങ്ങൾ ഏകദേശം 10 വർഷത്തോളം പൂർത്തിയാക്കി അവസാന പരീക്ഷ എഴുതിയ കർണാടകത്തിലെ 13 കുട്ടികളിൽ 5 മിടുക്കരായ കുട്ടികൾ നമ്മുടെ കലാകൈരളിയിൽ നിന്നായിരുന്നു. ഈ പരീക്ഷയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PSC പരീക്ഷകൾ എഴുതുന്നതിന് മലയാള പഠനം നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിടുക്കരായ 5 കുട്ടികൾക്ക് ആ PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇന്നു മുതൽ അവർക്ക് ലഭ്യമാണ്. ഇതിൻ്റെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട സാർ ബാംഗ്ലൂർ മറ്റൊരു ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള കേരള സർക്കാരിൻ്റെ പരീക്ഷാ കൺട്രോളർ കൊടുത്തുവിട്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇന്ന് അവർക്ക് ലഭിക്കുന്നതാണ്. കലാകൈരളിയുടെ പേരിൽ
നമ്മൾ അവരെ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയാക്കിയ കുട്ടികൾ, രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയ കുട്ടികൾ, ഇവരെയൊക്കെ നമ്മൾ ഇവിടെ ആദരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി കഠിനമായി പ്രവർത്തിച്ച ഒട്ടനവധി ടീച്ചേഴ്സുണ്ട്. അതിലേറ്റവും മുൻനിരയിൽ നിന്ന വസന്തകുമാരി ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ നമ്മൾ ആദരിക്കുന്നതാണ്. എല്ലാവരും തന്ന നിസ്സീമമായ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കണിക്കുന്നതാണ്. കണിക്കുന്ന സർട്ടിഫിക്കറ്റ് പാസ്സായ കുട്ടികളെ ഞാൻ വിളിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നടി സഞ്ജന ദിപുവിനെ ഞാൻ ക്ഷണിക്കുന്നു. ആദി ശൈലേഷ്, അജ്വൽ രാജ്, അടുത്തത് അജ്വൽ രാജ്, ആദ്യ ജയ നായർ, അടുത്തതായിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന സൂര്യകാന്തി പാസ്സായ സൂര്യകിരൺ, താങ്ക്സ് അഞ്ജന. ചെറിയ കുട്ടികളായിരുന്നു നമ്മൾ മലയാള പഠനം അവരെ കൊണ്ട് നടത്തുന്നത്. ഇപ്പോൾ അവർ ഡിഗ്രിക്ക് പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു. അവരുടെ ആ യൗവനത്തിൻ്റെ കാലഘട്ടത്തിലെ 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ അവർ കടന്നുപോയി. ആ ഒരു ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയി അവരെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ആ കുട്ടികളെ ഞാൻ വിളിക്കുകയാണ്. മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ അമ്മയും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ടീച്ചറാണ്. ദിലീപ് സാറിനെ ഞാൻ മീര കൃഷ്ണ, ശരത് കൃഷ്ണ, ശരത്, ചൈതന്യ. മീരയും ശരത്തും സഹോദരങ്ങളാണ്. ചൈതന്യയുടെ അമ്മയും നമ്മുടെ മലയാളം മിഷനിലെ ടീച്ചറാണ്. താങ്ക് യു സർ. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, നിയ നിഷാന്ത്. നിഷാന്തിൻ്റെ മകളാണ്. മോൾക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. വസന്തകുമാരി ടീച്ചറിനെ പറ്റി പറയുമ്പോൾ 1976 മുതൽ 2006 വരെ മലയാളം ടീച്ചറായിട്ട് ഗവൺമെൻറ് സെക്ടറിൽ കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 2006 റിട്ടയർ ആകുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയറായ ടീച്ചറാണ്, ശമ്പളം വാങ്ങിച്ചുകൊണ്ട്. അതിനുശേഷം നമ്മുടെ ഭാഗ്യത്തിന് കലാകേരളിയിൽ വരികയും ബാലകൃഷ്ണങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ കലാകേരളിയിൽ വരികയും നമ്മുടെ മലയാള പഠനം ഏറ്റെടുക്കുകയും ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി 13 വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതിൽ ലാഭേച്ഛയൊന്നുമില്ലാതെയാണ്. ശമ്പളം കിട്ടുന്നില്ല. അന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പിന്നീട് കിട്ടുന്ന പെൻഷൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. നമ്മളെല്ലാവരെയും പോലെ തന്നെ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. നമ്മൾ അങ്ങോട്ട് ആ ഭാഷയോടും സംസ്കാരത്തോടുമുള്ള സ്നേഹം കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ചിലപ്പോൾ വഴക്ക് പറഞ്ഞ് ആ എല്ലാ ബുദ്ധിമുട്ടുകൾ കൂടെയും കടന്നു പോയിക്കൊണ്ട് കുട്ടികളെ ഈ നിലയിലെത്തിച്ച ടീച്ചറിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്, കലാകാരിയുടെ പേരിൽ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ബോബിനെയും സെക്രട്ടറി സുരേഷിനെയും കൂടെ ക്ഷണിക്കുകയാണ്. ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നിങ്ങൾ 4 പേര് അതവിടെ എവിടെയും വെക്കൂ. ടീച്ചർ പോകരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഒരു ചെറിയ കാര്യം കൂടി ടീച്ചറിന് അറിയില്ല. നമ്മൾ 4-5 കുട്ടികളെ ഈ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ടീച്ചർ കഠിനമായ പ്രയത്നം നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സും പേരൻസ് എല്ലാം കൂടെ തീരുമാനിച്ചു കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാമല്ലോ, ഒരു ഗുരുദക്ഷിണ പോലെ. ടീച്ചർ പോവല്ലേ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളും കുട്ടികളുടെ പ്രിയങ്കരായ പേരൻസും
നമ്മുടെ കലാകൈരളിയുടെ മലയാള മിഷൻ്റെയും മലയാള പഠനത്തിൻ്റെയും ഒരു മൂർത്തമായ നിമിഷത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സഹകരിച്ച, ഇതിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന കലാകൈരളിയുടെ എല്ലാ ഭാരവാഹികൾക്കും ആണ്. 5 കുട്ടികളാണ് നമ്മുടെ കലാകൈരളിയിൽ നീലക്കുറിഞ്ഞിയായിട്ട് പൂത്തുവിടർന്നു പരിമളം പൂത്ത് നിൽക്കുന്നത്. അതിൽ 4 പേർക്ക് മാത്രമേ ഈ അവിസ്മരണീയ മുഹൂർത്തത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 5ാമത്തെ കുട്ടിയായ നിയാൻ നിഷാൻ ഉപരിപഠനാർത്ഥം കോയമ്പത്തൂരാണ്. ആ കുട്ടിക്കും ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമസ്കാരം. ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ രമ്യ ടീച്ചർ, ജ്യോതി ടീച്ചർ, കല ടീച്ചർ, നിങ്ങൾ ഉള്ളവർ മാത്രം വന്നാൽ മതി. നിങ്ങൾക്കുള്ള ID കാർഡ് നമ്മൾ ഇവിടെ വെച്ച് തരുന്നതാണ്. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ID കാർഡാണ് ഇത്. നമ്മുടെ ടീച്ചേഴ്സിനുള്ളതാണ്. അത് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. So that was with our Academic Excellence Awards. A strong community is built on contribution, and we wish to recognize the individuals and teams who've made a significant and special contribution to Kalakairali. Can we please give a big round of applause as we read out the names of our esteemed contributors? And we would also like to invite the respective members to felicitate our contributors. Request you to join us on the stage as we call your names. Firstly, we would like to invite Dr. Sini to felicitate Sri N.M. Giri. Shaitan to felicitate Sri Pavanan sir. അപ്പോൾ പുള്ളിക്കായിട്ട് ഒരു നിറഞ്ഞ കയ്യടി നമുക്ക് കൊടുക്കാം. Next, I would like to call on Purnima from IIAM Hospitals, who are again is the Institute of Ayurveda and Integrative Medicine, a 100-bed hospital in Bangalore that offers healthcare services integrating traditional Indian medicine like Ayurveda and yoga with modern medicine sciences. It was established in 2011 by the Tatas and provides specialized clinical services for a wide range of conditions. Dr. Purnima Devkumar is an insightful Ayurveda doctor and clinical researcher, practicing Ayurveda-based clinical approach since more than 20 years, currently serving as Joint Medical Director at IIAM. Can we have a huge round of applause for Dr. Purnima, please? Thank you so much, ma'am, for joining us today. Can we have the representative from Regal Jewelers join us on stage? Dear audience, this is a process of felicitation, and we request you to keep the claps going, because this is the kind of encouragement we can give them all for all the kind of contributions that they are doing for us. They are all members who found time outside their normal routine to support us, help us, and become what we are today as Kalakairali Association. Felicitate our Maveli Sri Unnikrishnan. നമ്മുടെ മാവേലിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരിക്കുവാനായി നിശാന്ത് ഏട്ടനെ. Next up, we'd like to invite Mr. Sandeep to felicitate Dr. Sini. Guys, come on, can we keep the applause going? Can I have Mr. Prasanna Kumar on stage to felicitate Mr. Matthews? ഓണ സദ്യയായിരുന്നു. അപ്പോൾ we'd like to felicitate our Sadhya team who arranged the most delicious Sadhya for all of us. So here's to felicitating Mrs. Jaya and team for Onam Sadhya.
Sri Prasanna sir to felicitate him. Can I have Mr. Anil from Infobel to join us on stage? Mr. Anil? Next, we'd like to invite our very own Hari Chetan and Mr. Balkrishnan Pillai to felicitate him. അടുത്ത വ്യക്തിയാണ് മിസ്റ്റർ ഹരിദാസ്. നമ്മുടെ ആക്ച്വലി എന്നെ മെമ്പറാക്കിയത് ഹരിയാണ്, എന്നെ അല്ല. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു 10-20% ആൾക്കാരെ മെമ്പറാക്കിയത് തന്നെ ഹരിയായിരിക്കും. ഹരിക്കൊരു വലിയ കയ്യടി എല്ലാവരുടെയും പേരിൽ. അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുന്നിൽ ആഘോഷങ്ങളാകട്ടെ, നമ്മുടെ ഷൈജു പറഞ്ഞ മരണങ്ങളാകട്ടെ, എന്തിനും ഏതിനും കലാകേരളയിൽ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്നൊരു പേരാണ് ഹരി. ഹരിക്ക് ഒത്തിരി താങ്ക്സ്. അടുത്തതായിട്ട് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ആ സുന്ദരമായ പൂക്കളം, അത് ശൈലശേട്ടൻ. I request Mr. Manoj to join us on the stage. Up next, I would like to call upon our dear Maveli, Sri Unnikrishnan sir, onto the ഞാൻ നമ്മുടെ ചിത്ര ചേച്ചിയെയും മഞ്ജുള മാമിനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. Okay. Sorry, they have not joined us today. Next up, to felicitate Mr. Santosh, I'd like to invite to stage Mr. Rohit. I request Mr. Santosh and Mr. Rohit to join us on the stage. Big round of applause. സന്തോഷമാണ് നമ്മുടെ ഈ ഓർക്കസ്ട്രയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരെ സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, LED വാൾ, അതിൻ്റെ കൂടെ രഞ്ജിനി ജോസൻ ടീം എല്ലാവരെയും ഓർഗനൈസ് ചെയ്ത് ഒരു ടീമായിട്ട് ഇവിടെ എത്തിക്കുന്നത് സന്തോഷമാണ്. കഴിഞ്ഞ വർഷം സന്തോഷം തന്നെയായിരുന്നു. താങ്ക്സ് എലോട്ട് സന്തോഷ്. So the ones you saw on stage receiving the felicitations were those. So I request you all to once more give them a big round of applause for all that extraordinary contribution that they've made to our association and helping us build better day by day. we've almost, so now we invite our dear secretary, Shri Suresh Kumar PR, to deliver the vote of thanks. നമ്മുടെ സ്വന്തം സുരേഷ് ചേട്ടനോട് നല്ല കൈയടി കൊടുത്ത് നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഓണാശംസകൾ. വേദിയിലിരിക്കുന്ന പ്രസിഡന്റ്, എല്ലാ വിശിഷ്ടാതിഥികൾ, അതുപോലെ തന്നെ കലാകേരളിയുടെ എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവർക്കും നമസ്കാരം. ഓണോത്സവം 2025 ഇതാണ് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ടൈറ്റിൽ നെയിം.
അതിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റിലാണ് നമ്മളുള്ളത്. അതിൻ്റെ അവസാനത്തെ ചടങ്ങാണ് നന്ദി പ്രകാശനം. അതിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യത്തെ നന്ദി ഒരുപക്ഷെ പറയേണ്ടത് ഇത്രയധികം ജോലി തിരക്കുള്ള വിവിധ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള നമ്മളെ ഒരുമിപ്പിച്ചത് കലാകേരളി എന്ന അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ രൂപീകരിച്ച, ഈ അസോസിയേഷൻ വളർത്തിയ എല്ലാ കമ്മിറ്റികൾക്കും വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഒരുമിപ്പിച്ച ഈ കലാകേരളി എന്ന അസോസിയേഷനോടും. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മളെ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ദിലീഷ് പോത്തൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പേർ ഇവിടെ സംസാരിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ സ്റ്റൈല് കൊണ്ട് പോത്തേട്ടൻ ബ്രില്യൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രം രൂപീകരിക്കുന്ന മെത്തേഡിന് പുതിയൊരു വേർഡ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്വന്തമായി ശൈലിയുള്ള, സ്വന്തമായി അഭിനയിക്കുന്ന, സംവിധാനം ചെയ്യുന്ന, നിർമ്മിക്കുന്ന ഒരു നല്ല ചലച്ചിത്ര പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ഓണോത്സവം 2025 എന്ന ഓണം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കലാകേരളിയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന മിസ്റ്റർ എം ഒ വർഗീസ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. സുരേഷ്, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. നമുക്ക് program was almost going to end. Thank you for coming, sir. I know that you had a lot of other engagements. Thanks for coming. Please come on to the dais. എം ഒ വർഗീസ് സാർ നമ്മുടെ അസോസിയേഷന് അത്ര സുപരിചിതനല്ലെങ്കിലും ബാംഗ്ലൂർ മലയാളികൾക്ക് പൊതുവെ ആഫ്റ്റർ ദി 12th education, secondary education, അദ്ദേഹം എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 18 വയസ്സിൽ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 26 long years he served in the Indian Air Force. He is a veteran of the Indian Air Force. Let's give a big applause for that cause alone. സാറിന് ചീഫ് ഓഫ് എയർ സ്റ്റാഫിൽ നിന്നും മറ്റു പലരിൽ നിന്നും ഹി ഹാസ് റിസീവ്ഡ് എ ലോട്ട് ഓഫ് കമൻറ്റേഷൻസ് ആൻഡ് മെഡൽസ്. സാറ് 1988 VRS എടുത്തിട്ട് ഒരു സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങി. സാറിൻ്റെ ഓൾവേസ് ഹി വാണ്ടഡ് ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. പിന്നെ ഒരു ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. അപ്പം സാറ് 1999 ഒരു കൊമേഴ്സ്യൽ കിച്ചൺ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി നെയ്മഡ് കാർഗിൽ എക്യുപ്മെൻറ്റ്സ്. നമ്മുടെ കാർഗിൽ യുദ്ധം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത നമ്മുടെ മിലിറ്ററി പീപ്പിൾ എല്ലാവരുടെയും ഓർമ്മയ്ക്കായും പിന്നെ സാറിൻ്റെയും കോൺട്രിബ്യൂഷൻ്റെ ഓർമ്മയ്ക്കായി സാറ് കമ്പനി നെയിം ചെയ്തിരിക്കുന്ന കാർഗിൽ എന്നാണ്, കാർഗിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ്. അതിപ്പോൾ ഒരു വളരെ ചെറുതായി തുടങ്ങിയ ഒരു സ്ഥാപനമാണെങ്കിൽ ഇപ്പം 100 കോടിയിൽ പരം ടേൺ ഓവറുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സൈഡ്. ഇനി പേഴ്സണൽ സൈഡിലേക്ക് വന്നെങ്കിൽ സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം സോഷ്യൽ കോസസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ, ഹെൽത്ത് കെയർ മേഖലയിൽ, ഇതിനെല്ലാം ധാരാളമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിയാണ് മിസ്റ്റർ എം ഒ വർഗീസ്. ഇപ്പോൾ അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളിൽ, നിരവധി അസോസിയേഷനുകളിൽ പല പൊസിഷനുകൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ട്രഷററാണ്. പിന്നെ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെൻറ്ററിൻ്റെ ട്രഷററാണ്. അതും these are all huge organizations like handling millions of rupees and things like that. അതുപോലെ he is also an active member of it's very interesting to learn that he is also an active sponsor of the Niranam Boat Club in his hometown Niranam. ഒരു ബോട്ട് ക്ലബ്ബ് സ്വന്തമായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. നന്നായിട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ എം ഒ വർഗീസ്. He is also working in various social causes and donates and contributes to people's welfare tremendously. സാറിന് ഈ വേദിയിൽ കിട്ടാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. സാറിന് ഈ വേദിയിലേക്ക് സ്വാഗതം. ആദരണീയനായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, സഞ്ജയ് നഗർ കേരള സമാജം എല്ലാ അംഗങ്ങളുമേ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ,
എൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരുമായുള്ളവരെ ഏവർക്കും സ്നേഹവന്ദനം നേരുകയാണ്. ഓണം കേരളത്തിലൊക്കെ അവസാനിച്ചെങ്കിലും ഏതാണ്ട് ഇനി ഒരു നവംബർ മാസം ഒടുവ് വരെയും ഓണത്തിൻ്റെ പ്രതീതിയാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെയെങ്കിലും ഇത്രമാത്രം ഓണം ആഘോഷിക്കുന്ന ഒരു സിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ ഒരു പ്രത്യേകതയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ എവിടെയും ഈ ബാംഗ്ലൂരിൻ്റെ എവിടെയും ഇത് കാണാം. ഞാനിപ്പോൾ അവിടെ ജലാലി വെസ്റ്റിലെ കേരള സമാജം നോർത്ത് വെസ്റ്റിൻ്റെ വടംവലി നടക്കുകയാണ്. കേരളത്തിൽ നിന്നും 16 ടീമാണ് വന്നിരിക്കുന്നത്. അവിടെയായിരുന്നു. അവിടുന്ന് ഓടി വരികയാണ്. കൊച്ചുമോൻ്റെ നമ്മുടെ പി മാത്യു സാറിൻ്റെ പ്രത്യേക ക്ഷണം നിർബന്ധം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിലും നിങ്ങളോടൊപ്പം ഇവിടെ വന്ന് ചേരുവാൻ സാധിച്ചതിലും ഒക്കെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. മലയാളി എവിടെ കൂടിയാലും അവിടെ പോകുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ സ്നേഹത്തിനും ആദരവിനും എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഇതിൻ്റെ സംഘാടകരോടും എല്ലാ ചുമതലക്കാരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. വരുന്ന ആളുകളിൽ ഓണമോ മറ്റെല്ലാ നമ്മുടെ പൊതുവേദികളിലും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിനായി ഈശ്വരൻ നമ്മെ എവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ശ്രീ എമോ വർഗീസ്. Thank you, sir, for joining us. നമ്മൾ കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ നമ്മൾക്ക് ഇത്രയും വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി നമ്മൾ വിളിച്ച സമയത്ത് അവർക്ക് നമ്മളുടെ ഒപ്പം വേദിയിൽ ചേരാൻ പറ്റിയില്ല. ചെറിയ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് I request all the Srimati Jaya along with her team to join us on the dais for their felicitation and a group photo. കഴിച്ചതിൻ്റെ പിന്നിലുള്ള കൈകളാണ്. അപ്പം I request all the boys standing there. Thank you so much for serving us those delicious dishes. നമ്മൾ 1, 2, 3 തവണയും ഓരോന്ന് ചോദിക്കുമ്പോഴും ഒരു മുഖം പോലും കറക്കാതെ നമ്മൾക്കത് കൊണ്ട് തന്ന ചേട്ടന്മാരാണിവർ. അവർക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. So on stage is Hello Caterers team who've prepared the most delicious sadhya for us today. Thank you, Chaitanya Krishnan from Soman Oil to join us on the stage. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷം അത്ര നല്ല ആരോഗ്യത്തിലില്ലായിരുന്നെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. വർഷത്തോടെ വളരെ എനർജറ്റിക് ആയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന ഉണ്ണിയേട്ടന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പറയുന്നു. നമ്മുടെ ഓണോത്സവം 2025 വിശിഷ്ടാതിഥിയായി എത്തിയ ശ്രീ ദിലീഷ് പോത്തൻ അവർക്ക് കലാകാരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സഞ്ജന ദിബു മാം സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി ഇനിയും വർഷങ്ങളിൽ വരാം എന്ന്. ഇനിയുള്ള സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ട് ചീഫ് ഗസ്റ്റായിട്ട് വരണം എന്ന് ആദരപൂർവ്വം പറയുന്നു. ശ്രീ സഞ്ജന ദിബുവിനെ ഇവിടെ എത്തിച്ച ശൈലേഷിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഷൈജു കെ ജോർജ്. മുൻ വർഷത്തെ ഒരു പക്ഷേ എൻ്റെ അറിവ് ഏറ്റവും കൂടുതൽ തവണ പ്രസിഡൻ്റായിരുന്ന ഷൈജു ജോർജിന് കലാകേരളിയുടെ നന്ദി അറിയിക്കുന്നു. ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്ത ഷൈജു ജോർജിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എം.ഒ. വർഗീസ്, ഇൻഡസ്ട്രിയലിസ്റ്റും എക്സ് മിലിറ്ററിയുമായ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഓണോത്സവം 2000 വേദിക്ക് ഉളവാക്കുന്നതാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, അവർ ക്യാപ്റ്റൻ ശ്രീ ബോബി മാത്യു, ഇമോഷണലി വളരെ ബാലൻസ്ഡായ മനുഷ്യൻ. ഒരിക്കൽ പോലും ഒരേ തരത്തിലുള്ള സന്തോഷമുള്ള മുഖം അല്ലാതെ വേറൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ. നമ്മുടെ ഇമോഷണൽ വൾണറബിലിറ്റീസൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന, ഉപദേശിക്കുന്ന, ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരനെ തിരിച്ച് നന്ദി അറിയിക്കുന്നു, കലാകലയുടെ നന്ദി അറിയിക്കുന്നു. പോരാതെ ഈ ഇവൻറ്റിന് ചുക്കാൻ പിടിച്ചതും ഇങ്ങനെ പുതിയൊരു സ്ഥലത്ത് വന്ന് പരിപാടി അവതരിപ്പിക്കാമെന്ന് ധൈര്യം കാണിച്ചതും ഒക്കെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കലാകേരളി ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ ഓണോത്സവ വേദിയിൽ വെച്ച് നന്ദി അറിയിക്കുന്നു. ട്രഷറർ സഞ്ജയ്, എല്ലാ പ്രോഗ്രാമുകൾക്കും അസോസിയേഷനും പൈസ അത്യാവശ്യമാണ്, അത് വേണ്ട രീതിയിൽ മാത്രം ചെലവാക്കുക എന്ന പോളിസി ഉള്ള സഞ്ജയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അഹോരാത്രം പ്രവർത്തിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ്, പേരെടുത്ത് പറയുന്നില്ല, സമയക്കുറവ് കൊണ്ട് മാത്രമാണ്. എല്ലാ മേഖലയിൽ നിന്നുള്ളവരുണ്ട്, അവരെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത യൂത്ത് വിങ് ആണ്. യൂത്ത് വിങ്ങിൻ്റെ പ്രാതിനിധ്യം കഴിഞ്ഞ സ്പോർട്സ് ഡേയിലൊക്കെ പങ്കെടുത്തവർക്കറിയാം. വളരെ ഭംഗിയായി അവർ ആസൂത്രണം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു, ഒരു ടീമായി കഴിഞ്ഞു. ഇതൊരു പുതിയ ജനറേഷൻ്റെ രൂപപ്പെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് യൂത്ത് വിങ് കമ്മിറ്റിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓണാഘോഷം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിലുള്ള എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സദസ്സിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അവർക്കും കലാകേരളിയുടെ നന്ദി അറിയിക്കുന്നു. ഈ ഓണോത്സവം 2025 നടത്താൻ ഈ വേദി ഒരുക്കി തന്ന കളത്തൂർ ഗാർഡൻ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും നന്ദി അറിയിക്കുന്നു. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഫിനാൻസാണ് അത്യാവശ്യ ഘടകം. ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാന ഘടകം തീർച്ചയായും ഫിനാൻസാണ്. അതിനെ സഹായിച്ച എല്ലാ സ്പോൺസേഴ്സിനും അതുപോലെ ഡൊണേഷൻസ് എന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നന്ദി അറിയിക്കുന്നു. ഈ ഓണാഘോഷം 3 സെഗ്മെൻറ്റിലായാണുള്ളത്. രാവിലെ നിങ്ങൾക്കറിയാം 10-25ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മുടെ മെമ്പേഴ്സ് അവതരിപ്പിക്കുകയുണ്ടായി. ട്രഡീഷണൽ ഇവൻറ്റ്സ് മുതൽ ഫാഷൻ ഷോ വരെ നീണ്ടുനിന്ന പരിപാടികൾ കോർത്തിണക്കി അവതരിപ്പിച്ചത് കൾച്ചറൽ കോർഡിനേറ്റർ ശ്രീമതി ശാന്തി വിനോദിൻ്റെ നേതൃത്വത്തിലാണ്. ശ്രീ ശാന്തി വിനോദിന് ചേച്ചി പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ അവരെ പരിശീലിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും ട്രെയിനേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഉച്ചയ്ക്ക് വളരെ ഭംഗിയോടെ നല്ല രുചികരമായ രീതിയിൽ നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന ഹലോ കേറ്റേഴ്സ് ഉടമ ജയ ആൻഡ് ടീമിന് നന്ദി അറിയിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് ഒരു രഞ്ജിനി ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഓർക്കസ്ട്രയാണ്. തീർച്ചയായും അവർക്ക് നന്ദി അറിയിക്കുന്നു, അവരുടെ ടീമിനും ഓർക്കസ്ട്ര ടീമിനും. അതുപോലെ തന്നെ ഈ ഓർക്കസ്ട്ര സാങ്കേതിക സഹായങ്ങൾ, അതായത് LED, സൗണ്ട്, ലൈറ്റ് എന്നിവയൊക്കെ ഒരുക്കി തന്ന ശ്രീ സന്തോഷിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അദ്ദേഹം റെഡ് ഐഡിയാസ് ടീമിൻ്റെ ഉടമ കൂടെയാണ്. അതുപോലെ തന്നെ രാവിലെ മുതൽ പ്രോഗ്രാം വളരെ ലൈവായി കൊണ്ടുപോയ നമ്മുടെ MCs ഈ വർഷം വളരെയധികം എൻജോയ്മെൻറ്റിലാണ് നടത്തിയത്. ശ്രീ അക്ഷിതയ്ക്കും ജിബിനും നന്ദി അറിയിക്കുന്നു. ഈ ഓണാഘോഷ പരിപാടി നടക്കുമ്പോൾ വളരെ ലൈവായി പ്രവർത്തിച്ച് നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അവർക്കും കലാകേരളിയുടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും എല്ലാ കലാകേരളി കുടുംബാംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് സ്റ്റേജിലേക്ക് ഒന്ന് ദയവായി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്, അതിലേക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് അടുത്തൊരു പ്രോഗ്രാം ഉണ്ട്, അവർക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ദയവായി കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും എത്രയും പെട്ടെന്ന്